കോൺസ്റ്റന്റ് മാറി മാറി കളിക്കല്. എന്ത് കൊണ്ണ ഞാൻ അടിച്ചേ കേട്ടോ സൗണ്ട്. കേക്കുണ്ട്. എവിടുന്ന കേട്ടതൊക്കെ? ഇവിടുന്ന് നിങ്ങളുടെ സൈഡിൽ തന്നെ കേട്ട്. അത് മാർക്ക് നോക്കട്ടെ. അല്ല ഞാൻ കുറച്ചും കൂടി വന്ന മാർക്കിടാൻ വേണ്ടി. ഇല്ല മാർക്കായില്ലോ. ലൊക്കേഷനൊക്കെ മാർക്കാവുണ്ട്. സൈക്കോ ഞാൻ സെവേണീന്റെ മറ്റേ അറ്റത്തില്ലേ ഗ്ലാസ് ഹൗസിലേക്ക് തിരികണ കോമ്പൗണ്ട് അല്ലേ അവിടെ. അടിപൊളി. അത് നോക്കണം. അതിപ്പോ റിട്ടേൺ അവിടെ തന്നെ പോകും. എത്ര നേരം എടുക്കും? അത് പോവും. ഒരു ഡൗട്ട്, സെർവർ ഹാക്കായ എല്ലാവരും ഇൻക്ലൂഡഡ് അല്ലേ ഇതില്? സെർവർ ഹാക്ക് ചെയ്തോനും ഇൻക്ലൂഡഡ് അല്ലേ? പക്ഷെ അടുത്ത സോൺ അവർക്ക് പോണം. എങ്ങനെ പോണം? ഇതിപ്പോ എത്ര മിനിറ്റിന്റെ ഹാക്കാന്ന് അറിയൂല. വണ്ടി എടുക്കുക, സൂട്ട് സെന്ററിലോട്ട് പറക്കുക. കളിച്ചാൽ മതിയാറ് മനസുഖമെങ്കിലും കിട്ടും. ഇത് മാലരി കളിച്ച് ഇത് കോൺഫിഡൻസ് പോവാ ചെയ്യാം. ഇതൊക്കെ കളിച്ചിട്ട് റൂം കളിക്കാന്നുണ്ടെങ്കിൽ സത്യം. എടാ സോണും സ്റ്റക്കായി നിൽക്കുക. പേടിക്കണ്ട, നമ്മള് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മള് ലാസ്റ്റ് സോൺ വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ കളി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഗൗതമേ, അപ്ലോഡ് ചെയ്താലോ? ലിയോനെ നോക്കണതൊക്കെ ഉണ്ടായിട്ട്. എന്നാ റൂം കളിക്കാറുണ്ട് പണ്ടാരം. എല്ലാരും ഫുൾ ബൂസ്റ്റ് ചെയ്ത് വെക്കണേ കയ്യാന്നുണ്ടെങ്കിൽ. തൊടാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്തൊരു സോണ് പിന്നെയും സ്റ്റാർട്ടായല്ലോ. സോണ് നോക്ക്. അല്ല അതല്ല, സോണ് ക്ലിക്ക് ചെയ്ത കൊണ്ട് ബ്ലൂ സോൺ എവിടെ നോക്കൂ? എനിക്ക് വേറെ തന്നെ എനിക്ക് സോണ് ഷ്രിങ്ക് ആവുന്നില്ല. അതാണ് എന്റേത്. ബ്ലൂ സോൺ ഷ്രിങ്ക് ആവുന്നില്ല. ഇല്ല, എന്റെ സ്റ്റക്കായി നിൽക്കുക ബ്ലൂ സോൺ. എന്റെ എല്ലാം സ്റ്റക്കായി നിൽക്കുക. റെഡ് സോൺ എല്ലാം സ്റ്റക്കായി നിൽക്കുക. ആ ബ്ലൂ സോൺ ഇപ്പൊ ആവുന്നുണ്ട്. എടാ ഇല്ല, ബ്ലൂ സോൺ ആവുന്നില്ലടാ. ആയിട്ട് തിരിച്ചു റിട്ടേൺ ആയി പോകും. അങ്ങനെയാ എന്റെ കയ്യിൽ വരുന്നത്. ഇല്ലാണ്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായില്ല. എമാരിത് പെയ്ഡ് സാധനം ഒക്കെ എടുത്തിട്ട് ആകെ കിട്ടാൻ പോകുന്നത് 1000 യൂസ് ചെയ്യല്ലേ. സാധനത്തിന് പേ ചെയ്യണം. നല്ല പൈസ കൊടുക്കണ്ടേ? അതാണ് ഞാൻ മുതലാവുക. ചിലപ്പോ ഇത് അറിയണോമാര് ചെയ്യണ്ടാവും, പൈസ കൊടുക്കാണ്ട് ചെയ്യാൻ. അങ്ങനത്തെ ടീം ഉണ്ടാവുമല്ലോ, ബുജ്ജികൾ. അടുത്ത അപ്ഡേറ്റിലെങ്കിൽ ഈ സാധനം വരെ പോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ക്രാഫ്റ്റിനൊക്കെ എന്ത് ഊമ്പിയ സംഭവം. ടെൻസെന്റ് തന്നെ വേണം. പബ്ജിയിൽ ഈ പ്രശ്നമില്ല കേട്ടോ, സെർവർ ഹാക്ക് ഒന്നുമില്ല. പബ്ജി കളിക്കാം. പബ്ജി ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തുകൊണ്ട് VP ഇട്ടാ മതിയോ? നമ്മളെ റീജിയൻ മാറ്റണം ഇവന്. അല്ല എടാ ഞാൻ പറഞ്ഞേക്കെ, ക്രാഫ്റ്റിന്റെ അത് ഗെയിമിന്റെ ഒരു അപ്ഡേറ്റും ഇല്ല. ഇപ്പൊ കുറെ കളിക്കാൻ അറിയാത്ത കുറെ കാസ്റ്റേഴ്സിനൊക്കെ പിടിച്ചിട്ട് സ്റ്റേജ് കയറ്റിയിട്ട് അവരുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യിക്കുക. ഇതൊക്കെയാണ് ഓരോന്ന്.
ഞാൻ പറഞ്ഞ മറ്റേ സംഭവം നോക്കിയിരുന്നു, സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ഇന്നലെ അത് മുക്കാത്ത് പറഞ്ഞു ഇവിടെ 4 ആൾക്കാര് കളിക്കാനില്ല, എന്നിട്ടാണോ അതുകൊണ്ട് ഇവിടെ റൂം കളിക്കാൻ 4 പേര് നല്ലപോലെ കിട്ടുന്നില്ല, അപ്പോഴാണോ ടൂർണമെന്റ് എടാ നമ്മള് 3 ആൾക്കാരില്ലേ, ഒരാളും കൂടി കിട്ടിയാ പോരെ. കാത്തോണ്ടല്ലോ. ഏതേറ്റ് വിട്ടല്ലേ പറഞ്ഞേ. ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഗോവയിലെ സാധനം എന്താ, ഗോവയിൽ എന്തായിരുന്നില്ലേ? ഗോവയില് ലാസ്റ്റ് ഫൈനൽസ് വരുന്നത്, അതുവരെ സെമി ഫൈനൽസും ക്വാർട്ടർ ഫൈനൽസും ഒക്കെ എന്തായാലും ESP മറ്റേ ബ്ലൈൻഡിൽ ഇപ്പൊ കളിക്കുന്ന നോവ അല്ലേ, അവൻ ഹാക്കറാ. അവനെ മറ്റേ സെഹിലെന്തോ ഇത് എക്സ്പോസ് ചെയ്തായിരുന്നു. ഹാക്കറാ. അവനെങ്ങനെ കേറിയെന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, അവൻ ഇങ്ങനെ കേറിയെന്ന്. അങ്ങനെയാണ് ചെയ്യുന്ന ആൾക്കാര്. പിടിക്കാൻ പറ്റില്ലല്ലോ, ESP മാത്രാണെങ്കിൽ എങ്ങനെ പിടിക്കൂ? സത്യം. നമുക്കത് എന്താ പറയാ, അത്യാവശ്യം കളിക്കാനും മിച്ച ആളാണെങ്കിൽ സൂപ്പർ ആയിട്ട് കളിച്ചു പോകുന്നു. ESP മാത്രം മതി, കളിക്കാൻ അറിയണ വേണ്ട. പിന്നെ ESP വെച്ചിട്ട് നമുക്ക് ഓരോന്ന് ഐജിലാന്ന് പറഞ്ഞിട്ട് ആംഗിൾ എടുക്കാൻ ഇതാക്കിയാൽ മതി. ആ ആംഗിളിൽ പോയി ഈ ആംഗിളിൽ പോകും, അത്രേ വേണ്ടു. ഒരു IGL ESP ഉണ്ടാക്കി വെക്കുക, പിന്നെ ഒരു നല്ല 2 അസോൾട്ടർ ഉണ്ടെങ്കിൽ ഇതേ കളി ജയിക്കാം. ഈസി. ഏത് ടീം ഇത് ലാസ്റ്റ് വരെ ഉണ്ടാവും തോന്നുന്നു. എന്തെങ്കിലും ഒരു നല്ല അപ്ഡേറ്റ്, മീൻസ് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കാണ്ട് അതുവരെ ഈ കളിന്റെ മോളിൽ ടൈം വേസ്റ്റ് ചെയ്ത കാര്യം ഈ സ്പോർട്സ്. റെസ്പോൺസ് മറ്റേ ഫോർട്ട്നൈറ്റിലൊക്കെ എന്തോ അടിപൊളി ആന്റി ചീറ്റ് മെക്കാനിസം ഒക്കെ ഉണ്ട്, അതൊന്നും ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഫോർട്ട്നൈറ്റ് ഒക്കെ ആരാ ഡെവലപ്പർ? അത് യൂസ് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ല, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഗെയിം കേറുന്നതിന് മുമ്പേ ഒരു സ്ഥാനം റൺ ചെയ്യും. അതിനെന്തോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നാമത് ഇന്ത്യയിൽ ഇപ്പൊ പബ്ജിയും BGMI എല്ലാം ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. അപ്പൊ അതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് കുറെ വരെ കൊണ്ടുപോയി ഇറക്കും, കുത്തിയിരുന്ന് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ എത്ര നേരമായി നമ്മള്? ഇവിടെ തന്നെയാടാ. ഗ്യാസ് സ്റ്റേഷനിൽ എന്താ അടിയാണോ? അല്ല, എടുത്ത് അവിടെ നമുക്ക് സെന്ററാണത്. ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി വരുന്നു ഇങ്ങോട്ട്. ഇവിടെ ഒരു ബഗ് ചെയ്താ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് സ്റ്റേഷൻ ആണോ കുത്തിക്കണേ? ഗ്യാസ് സ്റ്റേഷൻ അടിച്ചാലോ? അവന്മാരെ ഹെഡ് കൊടുത്തു. അവര് ഇവിടെ പോയി അങ്ങോട്ട്. ഇല്ല, അവന്മാര് ഇതുകൊണ്ടാ സെന്ററാ. ഹെഡ് കുടിക്കാൻ ഒന്ന് വണ്ടി കയറ്റിയിടൂ. എന്റെ വണ്ടി ഫ്യൂലാണല്ലേ. ഇവിടെ എങ്ങനെ ചാടി ഇറങ്ങണ്ടിട്ട് ഇതിന്റെ ഓരോരോ മൂലം മതി. മൂല കയറി അതെ, ഉള്ളിലേക്ക് ഇറക്കാനുള്ളൊരു വഴിക്ക് ഉണ്ടാക്കി വെക്കി ബ്രോ. ചാടി വരണോ? അതാണ് സ്കില്ല്. എനിമിക്കാവാത്തോടെ വരേത്. നമ്മള് പിന്നെ ഇതാണല്ലോ ചാവണ നോക്കിയാ ഓരോരുത്തർ ചാവണോ.
പ്ലേ അല്ലേ രണ്ടേ ഇവിടെ ഇതില്ല അല്ലേ എക്സ്റ്റേണൽ മാഗ് ഉണ്ട് ആരെങ്കിലും അടുത്ത് हमारे इधर ओके ഇല്ലെന്നാ അത്രയും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നാല് I got supplies. പാവങ്ങള് സൈക്കോ എടുത്തോട്ടെ സൈക്കോ എടുത്തു I got supplies. 3x AKM 3x ഡ്രോപ്പ് ഉണ്ട് ഞാൻ പോയി ഡ്രോപ്പ് എടുത്ത് തന്നാലോ എടാ, അടുത്ത സോണ് നോക്കേ പൊന്നു പോലെ സോണ് ഇപ്പൊ വരും. ആയിട്ടില്ല. എന്തല്ലേ ഇത് വെട്ട വരിക കാഞ്ചൊക്കെ കുറച്ച് കുറയ്ക്കാം ഇതന്നെ സെന്റർ ആ എങ്ങനെയുണ്ട് ഞാൻ പോയി Offload. ഒരു ഡ്രോപ്പ് അവിടെ കിടക്കണം 2 ഡ്രോപ്പോ ആ, ഇയാടെ ഡ്രോപ്പ് എടുക്കാൻ പോകുമ്പോട്ടെ ഡ്രോപ്പ് ഇറക്കിയോടുക്ക് ഡ്രോപ്പ് ആ പറഞ്ഞു വണ്ടി ഇതിന്റെ തിരിച്ച് Watch കോഴിക്കോട് out. വന്നെ. അവൻ ഇങ്ങോട്ട് വരും തോന്നുന്നു. വരട്ടെ. അവിടെ കയറി അടിച്ചാലോ നമുക്ക് ആയിക്കോളും കേറിയിരിക്കണോ? സർവർ പോയി പോയിട്ടൊന്നുമില്ല. കയറി അടിച്ചാലോ കണക്ട് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ. എന്നാ പോയിട്ട് വാ എടാ, അവന്മാരെല്ലാം ഉള്ളിൽ കേറി. ഉള്ളിൽ കയറി വാ, തിരിച്ച് സ്പോട്ടിൽ കയറി നമ്മളെ പൊസിഷൻ പോക്കണ്ടോ നിങ്ങൾക്ക് അവൻ നേരത്തെ പോയില്ലായിരുന്നു 600 സംതിങ് ഒന്ന് കാണിച്ചാൽ കണ്ടില്ല Watch out. അവിടെ വേറെ ടീം മുട്ടിയോണ്ട് ഇല്ല ആ, അവിടെ ഫൈറ്റ് ആയി പോയിട്ടേ ഉമ്പിയനെ. ജാമാവും മറ്റേ കുണ്ടകളാവണ്ടേ ഇത് മറ്റേ ഒരു നോക്കായി കുത്തിച്ചാലോ വേണമെങ്കിൽ ലെഫ്റ്റ് കുത്തിക്കാം ബാബാ എൻ്റെ കിലി കിട്ടി ഒരു ടീമായി ഇപ്പം കൺഫേമായല്ലോ കുത്തിച്ചോ ഒരു ഹെൽത്ത് കുറവ് ഇവരെ ഛേ ഒരു കില്ല് ഇവിടെ കിടക്കണ്ടായിരുന്നോ തിരിച്ചു സാധനമൊക്കെ എടുത്തോ കിട്ടാ വാ പോവാ. ആ എടുത്തോ ഞാൻ പോവാ പോവാന്ന് പറഞ്ഞിട്ട് ലീ എന്താ പറഞ്ഞു തരാനാണോ കാറുണ്ട് അയ്യോ എന്റെ വണ്ടി ഇല്ല അയ്യോ നമ്മളതൊക്കെ അത് അറിഞ്ഞു. അങ്ങനെ Watch out. ഡ്രോപ്പ് ആടാ പോടാ ഇപ്പൊ ഡ്രോപ്പ് എടുക്കാൻ പോടാ ആരെന്നാ പറയും തൊട്ടമ്പുരാടാ. പോയി ആ ബ്ലേസ് മറ്റേ ഡ്രോപ്പ് പോയി എടുത്തോ കുഴപ്പമില്ല ആ ഇനി ഞാൻ എടുക്കാൻ പോകുമ്പോഴും സെർവറാക്കി കാരണം എനിക്ക് വേണ്ട അടുത്ത സോൺ അടുത്ത സോൺ ആ റണ്ടർ നല്ല റണ്ടറേ എവിടുന്ന ടീമേറ്റിന്റെ ബാക്ക് നോക്ക് രണ്ടാൾ അവിടെ തന്നെ നോക്ക് കേട്ടോ സെന്റർ അത് മുകളത്ത് കൊണ്ട് എടുക്കുക മേട്ടത്തെ കോമ്പൗണ്ട് സോൺ സോൺ ഇവിടെ ഇതെന്താ ഉണ്ട് ഇവന്മാരെ നോക്കിയാലോ അവിടെ ടീം ഉണ്ടാവും എന്തായാലും ആളുണ്ടോന്ന് അറിയില്ല അത് എന്നെ നോക്കിയ ഒരാള് പുറത്തിറങ്ങിയിട്ട് അയ്യോ ഇവിടെ വരിക എവിടെയാ താഴെ Watch out. അവിടത്തെ കല്ല നോക്ക് അടി Our vehicle is smoking. കോമ്പൗണ്ട് വാ താഴെ ബാക്കി എടുക്ക്
എടാ എന്നെ കൂടെ, എന്നെ കൂടെ, എന്നെ കൂടെ, എന്നെ കൂടെ. പോയില്ല എന്തേ വെയിറ്റ് ഹീലാക്കട്ടെ ഈസി എന്താണ് വണ്ടി എന്താ പ്രശ്നം? വേം വാട്ടോ, ഇവിടെ ആരുമില്ല വേം വാ. എടാ വണ്ടി പോകുന്നത് എങ്ങനെ താനേ പോകുന്നു? ദാടാ വണ്ടി നാടാ പൊട്ട വണ്ടി വന്ന് കേറടാ മരഭൂതമേ. എടാ എന്റെ വണ്ടി അവിടെ എത്തി. വരാൻ നോക്കിയാ ഇതാടാ ഇത്. എനിക്കെന്താ പറ്റിയോ ഗോതമേ? റൈറ്റ് നോക്കിയാ റൈറ്റ് നാളെ വരാണ്ട്. നല്ല വെക്കലാളുണ്ട്. മഷ്റൂമട്ട് കേട്ടോ, ഉള്ളി കയറി കേട്ടാ. അത് മഷ്റൂമട്ട് ഔട്ട് ഓഫ് സോൺ ആണ്. Watch out. ഇവിടെ ആരുണ്ട്? എവിടെ ആള്? ബാക്ക് സൈഡ് മല. അടുത്ത സോൺ നമുക്ക് ഉണ്ടാവണം. സൈക്കോ കിട്ടിയില്ല. അപ്പത്തിന് നെക്കിട്ടാ ഞാൻ കല്ല് മാറിപ്പോയി എന്റെ. അതുണ്ടോ വണ്ടി ഇറങ്ങിയതും ലൈഫ് പോയിടുണ്ട്. ഇത് മാത്രം ഈ അപ്പുറത്തുനിന്ന് റൈറ്റിലടി പോയി ഒന്ന് പോയി നോക്കി വന്നാലോ. മലത്തിലെ ആളുണ്ട്. ഇന്ന് ഒരാൾ ഇവിടെ കവർ വയ്ക്കേ. ഞങ്ങള് കറക്കട്ടെ. ഞാൻ ഗൗതമേ ഇവിടെ കറക്ക്. എടാ ഇത് താഴത്ത് ഞാൻ കണ്ടു ഇവിടെ ആള്. അയ്യോ ലിയോ മുകളിൽ മലമുകളിലെത്തിയിട്ട് ആള്. ഇറങ്ങണ്ട ഗൗതമ എന്റെ അടുത്ത് ആളുണ്ടാ. എന്റെ അടുത്തേ വരാൻ പറ്റില്ല നമുക്ക്. ഞാൻ വരാം. എടാ സോണില്ലടാ അവിടെ. നീ ഇങ്ങോട്ട് വരണ്ട. ആരോ ഒരു കൂപ്പക്കാരനല്ല എന്റെ സൈഡിലുള്ളത്. വാ എന്റെ അടുത്ത് ദാ നീടി വരുന്നു. കൂപ്പേന്റെ അടുത്ത് അത്രേ ഉള്ളൂ. അടിപൊളി. ഇനി എവിടെയാ? ഞാൻ റൈറ്റ് നിന്ന് ആംഗിൾ ഉണ്ടാക്കാൻ നോക്കാം. പറയ് മാർക്ക്. Watch out. എടാ പമ്പിന്റെ ലെഫ്റ്റ് സൈഡ് കയറിയാ കിട്ടുമോ? സൈക്കോ എന്നെ സ്പെക്ട് ചെയ്തൊന്നും. എടാ ഇവിടെ പാമ്പിടാ. എടാ ഇവിടെ പരനാറി. Help. എടാ ഒരുത്തനും കൂടി എടാ അവിടെ. അമ്പലായി പോയല്ലോ ഇത്. അതെ ഞാൻ പറയാം കേക്ക്. ആ കാണുന്നുണ്ടാ ഡ്രോപ്പിന്റെ അവിടെ എടുത്തേ. ഓക്കെ അവനെ എടുക്കാൻ പറ്റുമോ? ഞാൻ പറയണേ കല്ലിന്റെ അവിടെ. അവൻ ഇങ്ങോട്ട് വരും. ഇവിടെ നിക്കണേ. വണ്ടി പിടിക്കാൻ പറ്റുമോ? വണ്ടി പിടിക്കാൻ പറ്റി. എടാ ഞാൻ എന്റെ അവിടെ നിന്ന് സോണോട്ട് പൊരുത്തം വരും. രണ്ടാൾക്കാര് സോണിൽ വീണു. അവൻ വീണു. ലെഫ്റ്റ് നോക്ക്. ഞാൻ നേരത്തെ നോക്കാക്കി ഇവിടെ നോ കല്ലിന്നോ. എന്നെ അടിച്ചോന്റെ പേരെന്താ? ലിയോ നോക്കിട്ടവനാ. 1v1 ഈസി. മുകളിൽ നിന്നോ അവിടെ ഗോതമ്പോടെ ആളുണ്ട്. മുകളിൽ അല്ല അവിടെ അടി ഈസി. കുക്ക് ചെയ്തിട്ടല്ലേ? ആ നേടിയുണ്ട്. സ്മോക്ക് ഇട്ടിട്ട് ഇത്തിരി ബാക്കോട്ട് നിൽക്ക്. നീ മരത്തിന്റെ കവറിലേക്ക്. നിനക്ക് ഡ്രിങ്ക് ഉണ്ടോ അടിക്കാൻ? റൈറ്റ് പോണ്ടോ നോക്കിയവൻ. അവൻ എഴഞ്ഞേ പോകും. ചിലപ്പോ ടാക്ടിക്സ് ഔട്ടാ. അറിയാൻ ഒന്നുമില്ല നിനക്ക്. സ്മോക്ക് ഇടാനായില്ലേ? ലെഫ്റ്റ് ഒന്ന് മുമ്പിൽ നമ്മള്
റൈറ്റ് കൂടെ കയറാൻ P90 അവനെ എഴുതിയായിരിക്കും അവന്റെ സ്പോട്ട് അറിഞ്ഞാൽ നീ നേരെ 1v1 പോയി എടുത്താൽ മതി. അവൻ വീടോളും. ചിലപ്പോ അവിടെ തന്നെ വണ്ടിന്റെ ഉണ്ടാവും. വണ്ടി പൊട്ടിയോ? വണ്ടി പൊട്ടി. ആ സ്മോക്ക് ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. അവനിട്ട അതെ smoke. അവന്റെ അടുത്ത് ലെഫ്റ്റ് കല്ലിൽ എത്തിയോ അവൻ? ഇല്ലല്ലോ വരില്ലല്ലോ. ചെറിയൊരു റിഡ്ജ് ഉണ്ട്. ഇല്ല ലെഫ്റ്റ് കല്ലിൽ എത്തിയിട്ടില്ല. അവൻ അവിടെ അവനെ റിഡ്ജ് ഉണ്ടടാ. ആ റിഡ്ജിൽ തന്നെ നിൽക്കും അവൻ. എനിക്ക് തോന്നില്ല അവനെ ഇവിടെ തോന്നുന്നുണ്ട്. എല്ലാം ഇവിടെ just zone. ആ അവിടെ നിന്നോ തൽക്കാലം അവിടെ നിന്നോ. അല്ലല്ല വണ്ടി അല്ലത് വണ്ടി ഇനി അറിയൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. റൈറ്റ് സൈഡ് നോക്കണം. അവൻ ചിലപ്പോ എഴഞ്ഞു പോകട്ടോ. ഇനി ഓപ്പണിൽ കിടന്ന് കഴിയും പാമ്പുകൾ. അവന്റെ ഡ്രസ് ഒരിക്കോ പാൻ ഒഴിക്കോ വേണ്ടിട്ടൊന്നും കാണില്ല. 1v1 ആണ്. അവന് അറിയാം ഏകദേശം. ഇവിടെ കുടിയിൽ പോകുന്നു. അതോ ഒരു സ്മോക്ക് കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നുടാ. ഒരു സ്മോക്ക് കൂടി ഉണ്ടെങ്കിൽ റൈറ്റിക്ക് ഇട്ട് വളരെ ആ പാമ്പ് കൊണ്ട ഓനെ ഇത്തിരി മുന്നോട്ട് കയറണ്ടേ? ആ മരല്ലല്ലോ ഇതിലെ സോണില് ഡബിൾ മാർക്കറ്റ് ഒക്കെ തൊട്ട സോണുണ്ട്. Watch out! സോണുണ്ട്. പൊട്ടിക്ക് കിട്ടും സോൺ. അവന് നേരത്തെ ഇത് കൊണ്ടതാടാ ഗ്രനേഡ്. പോയി അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ആ സമയത്ത് നീ പുഷാക്കിയാ മതിയായിരുന്നു. നീക്കാൻ റെഡി ആയിട്ട് നോട്ടാ. ആ ലെവലിൽ നിന്നോ. അവിടെ സോണില്ല. സെറ്റ് കില്ല് കൊടുത്തു. We are number 1. ഇതിപ്പോ ലാഭായില്ലോ. എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും സെർവർ ആക്ട് ചെയ്യാൻ പോയതായിരിക്കും. മണ്ടൻ സോണാന്ന് അറിഞ്ഞു. ഞാനിവിടെ സോണോട്ടി കൊല്ലിക്കാൻ ഞാൻ സെർവർ ആക്കി ചെയ്ത് തരാം. നൈസ് പ്ലേ ഗൈസ്.